ഗുരുവായൂരിൻ്റെ രാപകലുകൾക്ക് സൗന്ദര്യമേറെയാണ്. രാവുകൾക്കും പകലുകൾക്കും വ്യത്യസ്ത സൗന്ദര്യമാണുള്ളത്. പകലുകൾ വർണ്ണശബളിമയുടേതാണ്. തിരക്കിൻ്റെയും ശബ്ദങ്ങളുടെയും. കാസറ്റ് കടകൾ ഉണ്ടായിരുന്ന കാലത്ത് പകലുകൾ സംഗീതസാന്ദ്രമായിരുന്നു. പുസ്തകശാലകളും ധാരാളം ഉണ്ടായിരുന്നു. കാലമെല്ലാത്തിനെയും മാറ്റിമറിച്ചു. എങ്കിലും കവി രമേശൻ നായർ എഴുതിയതുപോലെ കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാകച്ചാർത്തിലേക്കോ. ഗുരുവായൂരിൻ്റെ രാവുകൾക്ക് ഭംഗിയൊന്നു വേറെയാണ്. രാത്രിയിലും ഉറങ്ങാത്ത സന്നിധി. രാത്രികളിൽ എത്തുന്നവർ അനവധിയാണ്. അതിരാവിലെ ദർശനം കഴിഞ്ഞു മടങ്ങാം. ഈ രാവിലിങ്ങനെ മഞ്ജുളാൽ തറയ്ക്കരിയിൽ നിൽക്കുമ്പോൾ ആ പാവനകഥ ഓർക്കാതിരിക്കില്ല. കിഴക്കേ നടയിൽ പറന്നങ്ങിരിക്കുന്ന ഗരുഡന്റെ പ്രതിമയും മഞ്ജുളാലും ദീപസ്തംഭവും പകരുന്നത് ഒരു അനിർവചനീയമായ അനുഭൂതിയാണ്. എന്നും ഗുരുവായൂരപ്പനായി മാല കെട്ടി സമർപ്പിച്ചിരുന്ന മഞ്ജുള എന്ന പെൺകുട്ടി ഒരിക്കൽ മാലയുമായി തിരുനടയിലെത്തിയപ്പോൾ ഏറെ വൈകി. ഓടിയെത്തിയപ്പോഴേക്കും നടയടച്ചിരുന്നു. മഞ്ജുള കരഞ്ഞുപോയി. എന്ത് ചെയ്യാം, ഭഗവാൻ ഇന്ന് തൻ്റെ മാല സമർപ്പിക്കാനായില്ല. അപ്പോഴാണ് പൂന്താനം ആ വഴി വന്നത്. പൂന്താനം പറഞ്ഞു, വിഷമിക്കേണ്ട, കിഴക്കേ നടയിലുള്ള ആ ആലിൻ ചുവട്ടിൽ സമർപ്പിച്ചോളൂ. കണ്ണൻ സ്വീകരിക്കാതിരിക്കില്ല. സത്യമായിരുന്നു അത്. പിറ്റേന്ന് നിർമാല്യത്തിന് വിഗ്രഹത്തിൽ നിന്ന് മാലകൾ അഴിച്ചു മാറ്റുമ്പോൾ ഒരു മാല മാത്രം അവിടെ അവശേഷിച്ചു. അത് മഞ്ജുള സമർപ്പിച്ച മാലയായിരുന്നു. അങ്ങനെയാണ് മഞ്ജുളാലിന് ഈ പേര് ലഭിച്ചത്. 1969 ആദ്യം ഇവിടെ ഗരുഡശില്പം സിമന്റിൽ പണിതീർത്തത്. ഇപ്പോൾ പുതിയ ശില്പം വെങ്കലത്തിൽ നിർമ്മിച്ച് സ്വർണ്ണവർണ്ണം നൽകിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അർദ്ധരാത്രിയാകും മുമ്പേ തന്നെ ദർശന ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുന്നവരെ കാണാം. രാവിലെ 3 നട തുറക്കൂ. എങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഭക്തർ. ഉറക്കച്ചടവുകളുള്ള കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ തിളക്കം കാണാം. ആളുകൾ രാവേറെ കഴിഞ്ഞാലും ഗുരുവായൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിലും അടയ്ക്കാത്ത കടകൾ ഇവിടെ കാണാം. മയിൽപീലികൾ, ഉറികൾ, ഓടക്കുഴലുകൾ, മഞ്ചാടിക്കുരുകൾ, കുന്നിക്കുരുമണികൾ, മഞ്ഞപ്പട്ടുകൾ, ഉറികൾ തുടങ്ങി അനവധി അലങ്കാരങ്ങൾ. പ്രഭാതത്തിലേക്ക് എല്ലാം തുടച്ച് വൃത്തിയാക്കി മിനുക്കി ഒരുക്കി വച്ചു. ചിലർ കട്ടൻ കാപ്പി വിൽക്കുന്നു. ചിലർ മുല്ലപ്പൂമാലയും തുളസിമാലയും താമരപ്പൂവും അവൽക്കിഴികളും കദളിപ്പഴവും എല്ലാം നിരത്തിവെച്ച് കാത്തിരിക്കുന്നു. അവിടെ ഇരുന്നും കിടന്നും ഉറക്കം തൂങ്ങുന്നവരുണ്ട്. മയക്കത്തിൽ അവരും കാണുന്നുണ്ടാകണം കണ്ണനെ. നോക്കൂ, ഇവിടുത്തെ കടകളിലെല്ലാം എത്ര കണ്ണന്മാരാണ്. ഓരോരുത്തരും ഭക്തരെ നോക്കി വിളിക്കുകയാണ്. ഈ കടകളിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? ഇവരിൽ ആരെ ഞാനെടുക്കും? എല്ലാവരും പ്രിയപ്പെട്ടവർ. ഹരേ കൃഷ്ണ.